ഇതാ പിടിച്ചോ ഹൈഫോക്കസിന്റെ 4MB വൈഫൈ PT ക്യാമറ ഗിവ് അവേ. നമ്മുടെ വീട്ടിലും ഷോപ്പിലും ഫാമിലും ഒക്കെ ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ക്യാമറയാണ് ഹൈഫോക്കസിന്റെ ഈ 4MB വൈഫൈ PT ക്യാമറ. അപ്പൊ ഇതാണ് നമ്മൾ നിങ്ങൾക്ക് ഗിവ് അവേ തരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സകലം ചാനൽ ഫോളോ ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഈ വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഇട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടോളിട്ടോ. ക്യാമറന്റെ ബോക്സിന്റെ അകത്ത് ക്യാമറ സീലിംഗിലും വാളിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡർ ഉണ്ട്. 5 വോൾട്ട് പവർ ഔട്ട്പുട്ട് വരുന്ന ഒരു അഡാപ്റ്റർ, ഫിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ക്രൂവും പ്ലഗുകളും, ക്യാമറന്റെ കൂടെ തന്നെ 1.5 മീറ്ററോളം നീളം വരുന്ന ഒരു കേബിൾ USB കണക്ടർ ആണ് വരുന്നത്. നമുക്കിത് ആവശ്യാർത്ഥം പാൻ ആൻഡ് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് കേട്ടത്. സംഭവം നമ്മളെ കൈക്കുമ്പിളിൽ ഒതുങ്ങാൻ മാത്രം ഉള്ളെങ്കിലും ആളൊരു നരിയാണ് കേട്ടോ. വൈഫൈ ത്രൂ ആണ് ഇതിലേക്ക് നമ്മൾ നെറ്റ് കൊടുക്കുന്നതും നമ്മളെ മൊബൈലിലേക്ക് ആക്സസ് കൊടുക്കുന്നതും. അതിന് വേണ്ടിയിട്ട് ഇതാ 2 വൈഫൈ ആൻറ്റിന ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് മെമ്മറി കാർഡിനുള്ള സ്ലോട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലൗഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതിന്റെ അകത്താണ് ഇതിന്റെ റീസെറ്റ് ബട്ടണും വരുന്നത്. അതുപോലെ തന്നെ മെമ്മറി കാർഡിന്റെ സ്ലോട്ടും വരുന്നത്. iOS-ലും ആൻഡ്രോയിഡിലും സപ്പോർട്ട് ചെയ്യുന്ന HF സ്മാർട്ട് വ്യൂ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ആപ്പ് ത്രൂ നമുക്ക് മൊബൈലിലേക്ക് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഇമെയിൽ ID ഉപയോഗിച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്തിട്ട് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ നിന്ന് സ്മാർട്ട് ക്യാമറ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ സമയം നമ്മുടെ ക്യാമറയിൽ നിന്ന് LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത വിൻഡോയിൽ ക്യാമറ വെച്ച സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള വൈഫൈകളുടെ റേഞ്ചുകൾ കാണിക്കും. അതിൽ നിങ്ങളുടെ വൈഫൈ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. പിന്നീട് വരുന്ന വിൻഡോയിൽ ഒരു QR കോഡ് കാണാൻ പറ്റും. അത് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആ QR കോഡ് നമ്മുടെ ക്യാമറയ്ക്ക് ലെൻസിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുക. അത് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു സൗണ്ട് വരും. അത് സൗണ്ട് വന്നു കഴിഞ്ഞാൽ താഴെയുള്ള ഐ ഹിയർഡ് എ പ്രോംപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ക്യാമറയുടെ പേര് കാണിക്കും. ഈ പേര് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. നമ്മൾ എവിടെയാണോ വെക്കുന്നത് അതിൻ്റെ പേരൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ പേര് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ക്യാമറ നമ്മുടെ ഫോണിലെ ആപ്പിലേക്ക് കണക്ട് ആവും. ഈ ക്യാമറയിലൂടെ നമുക്ക് 108 ഡിഗ്രി വൈഡിൽ വ്യൂ കാണാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ചും മറിച്ചും പാൻ ആൻഡ് ടിൽറ്റ് ചെയ്യാൻ പറ്റും. രാത്രി ലൈറ്റ് ഇല്ലാത്ത സമയത്തും നമുക്ക് കളറിൽ കാണാൻ പറ്റും. 2-വേ ഓഡിയോ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാനും സൗണ്ട് കേൾക്കാനും പറ്റും. മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, സൗണ്ട് ഡിറ്റക്ഷൻ ഉണ്ട്, മോഷൻ ട്രാക്കിംഗ് ഉണ്ട്. P2P ടെക്നോളജി ത്രൂ നമുക്ക് മൊബൈലിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മെമ്മറി കാർഡ് സ്ലോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷനിൽ ഓരോ സൈറ്റും നമുക്ക് ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ട് സൈറ്റ് ടൂറിനുള്ള സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോ പെട്രോൾ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷനുകളുള്ള ഒരു ക്യാമറയാണ് ഇത്. ആ ഓപ്ഷനുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാത്തത് ഇതിൻ്റെ മുന്നത്തെ ഐഫോക്കസിന്റെ ക്യാമറ വീഡിയോയിൽ നമ്മൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾക്ക് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തി എല്ലാം കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ക്യാമറയുടെ ബാക്ക് ഭാഗത്തായിട്ടാണ് സ്പീക്കർ വരുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ക്യാമറ ഗിവ് അവേ നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സകലം ചാനൽ ഫോളോ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് വീഡിയോക്ക് താഴെ കമന്റ് ഇടുക. കമന്റിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. അത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇത് കാണുന്നത് എങ്കിലും അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും 5 ആളുകളെ വീതം സെലക്ട് ചെയ്തിട്ടായിരിക്കും ഫൈനൽ നറുക്കെടുപ്പ്. കാണാൻ ചെറുതാണെങ്കിലും ഒരുപാട് ഫംഗ്ഷനും ക്വാളിറ്റിയുള്ള ഈ ഒരു ക്യാമറ 3800 വരെയാണ് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന റേറ്റ്. സകലം ചാനൽ ഫോളോ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വീഡിയോക്ക് താഴെ ഒരു കമൻറ്റ് ഇടാൻ ആരും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.